അനിയത്തി തമ്മിൽ വഴക്കിടാൻ പാടുണ്ടോ? അപ്പൊ അപ്പച്ചി വഴക്കുണ്ടാക്കുന്നതോ? ഞാൻ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയല്ലേ വഴക്കിടുന്നത്. ഞങ്ങൾ അപ്പച്ചിയുടെ കാര്യങ്ങൾക്ക് വേണ്ടിട്ട് വഴക്കുണ്ടാക്കിയത് അല്ലേ ചേച്ചി? ആ എന്റെ കാര്യങ്ങൾക്ക് വഴക്കിടാൻ ഞാൻ നിങ്ങളെ രണ്ടുപേരും ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്ന. അപ്പച്ചി ആരെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടോ അപ്പച്ചി വഴക്കിടുന്നത്? അതെ, ഞാൻ എന്നെ തന്നെ ഏൽപ്പിച്ചിരുന്നു. സരിതേ വഴക്കിട് വഴക്കിട് വഴക്കിടുന്ന്. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എന്നാലേ ഞങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട് വഴക്കിട് വഴക്കിട് വഴക്കിടുന്ന്. അങ്ങനെ വഴക്കിടാൻ നിന്നാലേ നിന്റെ മൂക്കിടിച്ച് പരത്തു ഞാൻ, കേട്ടാ? ആഹാ, എന്നാ അപ്പച്ചി വഴക്കുണ്ടാക്കി കഴിഞ്ഞാൽ ഞങ്ങൾ മൂക്കിടിച്ച് പരത്തട്ടെ. എന്നാ പരത്ത് പരത്തടി, എന്നാ പരത്തടി പരത്ത്, കൊല്ലെന്നെ. ഇതേ എന്റെ അനിയത്തിനെ തൊട്ടാടില്ല, മാറിപ്പോക്കോടന്ന്. എവിടേക്ക് പോകും ഞാൻ? ഞാൻ രണ്ടിടത്ത് ഇടിച്ച് പപ്പടാക്കും ഞാൻ, പൊക്കോളത്. ഇതിനെന്താണ് പ്രാന്താണോ? ആ ചേച്ചി അങ്ങോട്ട്, നമുക്ക് എവിടെയെങ്കിലും പോവാ. ഇത് മൂക്കിടിച്ച് പപ്പടാക്കി പരത്തി എന്തെങ്കിലും ചെയ്യും. ഓടി രണ്ടെണ്ണത്തിനെ പിന്നെ തൊളാഞ്ഞ് എടുത്ത പൊന്തോ? ആ ഒന്നു പാടി. അങ്ങനെയെങ്കിലും രണ്ടും ഒന്നായല്ലോ. എനിക്കത് മതി. എന്തോ എന്താ വന്നേ? ഇളക്കം തീർന്ന ഇളക്കം നിങ്ങൾക്ക് വാടി, കൊല്ലാൻ വാടി, കൊല്ലാൻ വാടി, ഓടി ഓടി, അല്ലാതെ ഓടി. ഭ്രാന്താടി, രണ്ടെണ്ണത്തിന് സ്നേഹിപ്പിക്കാൻ വന്നാണ്. കൊല്ലിക്കേ അല്ലാതെ എന്തായിട്ടാണ്? ഞാനില്ല പോടുന്നു. ഞങ്ങളെല്ലാം ഇങ്ങനെ ആക്കിയിട്ടത് അപ്പച്ചല്ല ആക്കിയിട്ടത്. ഞാൻ പോകുന്നു. ചേച്ചി, ചേച്ചിയുടെ പെൺമക്കള് തമ്മിലുള്ള പ്രശ്നം ഞാൻ സോൾവ് ചെയ്തു. അവര് മനസ്സിലൊന്നും വെക്കത്തില്ല സരിതേ. അവര് കുറച്ച് സമയം അടികൂടും, പിന്നെയും നന്നാവും, പിന്നെയും അടികൂടും, പിന്നെയും നന്നാവും. നന്നാവും, പക്ഷെ അവസാനം വലിയൊരു തമ്മിത്തല്ലുണ്ടാവും. അതൊരു ഒന്നൊന്നര തല്ലായിരിക്കും. നീ പേടിക്കണ്ട സരിതേ, ഇവിടുത്തെ പിള്ളേർ അങ്ങനെയൊന്നും ഉണ്ടാവുമല്ല. ചൊട്ടയിലെ ശീലം ചുടല വരെയെന്നാണ്. പിള്ളേരെ ചെറുപ്പത്തിലെ തല്ലി വളർത്തണമായിരുന്നു. അപ്പോൾ നിനക്കും ചെറുതിൽ തല്ലുകൊള്ളാത്തതിൻ്റെ കുറവുണ്ടല്ലേ? എൻ്റെ അമ്മ ഇന്ന് രാവിലെ എന്നെ തല്ലിയുള്ളൂ. എന്നിട്ടും എന്താ സരിത നീ നന്നാവാത്തെ? ഞാൻ നല്ലതല്ലേ, എനിക്കെന്താ കുഴപ്പം? ഞാൻ അടിപൊളിയാ. നന്നാവാൻ വേണ്ടി ഒരു ഗ്ലാസ് പാവക്ക ജ്യൂസ് എടുക്കട്ടെ? പാവയ്ക്ക വേണ്ട, പാല് കിട്ടുമോ? നല്ല തിളപ്പിച്ച പാലില് മധുരമൊക്കെ ഇട്ട് കൂട്ടിയിട്ട് കിട്ടും. കിട്ടോ? അതെടുത്താ എന്നാ നീ പോയിട്ട് അപ്പുറം ഇരുന്നോ, ഞാൻ കാച്ചിക്കൊണ്ടുവരാം. അയ്യോ, എനിക്ക് സ്വന്തം നാത്തി. ഇതുപോലത്തെ ഒരു നാത്തിനെ കിട്ടാൻ എന്തൊരു ഭാഗ്യം ചെയ്യണം ഞാൻ. കണക്ക് വരും. ഞാനേ ഇപ്പൊ വരാം, വേഗം കൊണ്ടുപോവാ. ഫസ്റ്റ് നാറ്റ് ഇത്. അച്ഛാ എനിക്ക് നിക്കാൻ സമയം, എനിക്കത് വേഗം പോയി തീർക്കണം എക്സിഡന്റ്. എന്താ അച്ഛാ നീ അടുക്കള നിർത്താണേ ക്ലാസ്? ഞാൻ തന്നെ എടുത്ത ക്ലാസ് എനിക്ക് അവിടെ ഉപയോഗിക്കാൻ വേണ്ടി. എന്തിന്? എന്റെ ബീക്കറിന് ലീക്ക് വന്നു, അപ്പൊ അതൊക്കെ ഒന്ന് ഒഴിച്ചു വെക്കണ്ടേ? നീയാണ് അപ്പൊ അവിടെ അടുക്കള നിർത്ത ക്ലാസ്സിൽ എ എന്ന് എഴുതി വെച്ചത്? ഞാനേ എഴുതിയേന്ന് പോപ്പിലിട്ട് അലക്കാരൻ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി. എ ഫോർ അലക്കുകാരൻ. അല്ലല്ല പോണ്ട, അവിടെ നിക്ക്. നീയേ ഇങ്ങോട്ട് വന്നേ. അച്ഛൻ എനിക്ക് അവിടെ പണിയുണ്ട്. മര്യാദക്ക് വാടാ ഇങ്ങോട്ട്. ഇത് എന്തോന്ന്? ഇങ്ങോട്ട് വാടാ. അമ്മ പറഞ്ഞത്രയും കുഴപ്പക്കാരില്ലാട്ടാ നാത്തൂൻ. അതിന് ഞാൻ പറഞ്ഞില്ലല്ലോ കുഴപ്പക്കാരിയാണെന്ന്, നീയല്ലേ പറഞ്ഞത്? അത് ഞാൻ വെറുതെ പറഞ്ഞതാ. ഇരിക്കൂടെ സരിതേ, നീ പറഞ്ഞതല്ല തിളപ്പിച്ചാറ്റിയ പാല്. കണ്ടോ അമ്മേ, ഞാൻ പറഞ്ഞില്ലേ സൂപ്പറാണെന്ന്. നാത്തു സൂപ്പറാ. എടീ, എനിക്ക് പാലില്ലേ? അമ്മയ്ക്ക് പാലില്ല, ഇത് സരിതയുടെ സ്പെഷ്യലാ. അമ്മ ഇതെന്തോന്ന് ചേട്ടാ കണ്ടത്? നിങ്ങളുടെ പുന്നാര ഭാര്യ കാണിച്ചു വെച്ചിരിക്കണത് എസ് എന്ന് എഴുതി വെച്ചിരിക്കണു. കണ്ട ചേട്ടന്റെ പുന്നാര ഭാര്യ വീണ്ടും എന്നോട് തൊട്ടുകൂടായ്മ കാണിച്ചത് കണ്ട കണ്ട. ഇപ്പൊ മനസ്സിലായില്ലേ? ഒരു തൊട്ടുകൂടായ്മയും ഇല്ല. എടാ പ്രകാശ, ഇവക്ക് കാഞ്ഞ ബുദ്ധിയാ. ഇവൾ ഇതെല്ലാം വരുത്തി തീർത്തിട്ടേ ഇവൾ ഇതല്ലാന്ന് ആക്കി തീർക്കാൻ വേണ്ടി ഇവക്കടെ സൈക്കോളജി മൂവ്മെന്റ് ഉണ്ട് കേട്ടോ. സൈക്കോളജി അല്ല ബയോളജി അല്ല. നിങ്ങൾക്ക് അമ്മക്ക് മോക്ക് എന്നെ ഇങ്ങനെ ചൊറിയണം. ചൊറിയണതേ നിങ്ങളുടെ വീട്ടുകാര് ചൊറിത്തവളകള്. എന്റെ വീട്ടുകാരെ പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ ഞാൻ പറയും. പറഞ്ഞാ നീ എന്ത് ചോടി? ഞാൻ നിങ്ങളെ വീട്ടുകാരും പറയും. ഹലോ 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 ഒന്ന് നിർത്തിക്കേ.
ഗ്ലാസ്സിൽ എ എന്നും എസ് എന്നും ഒക്കെ എഴുതുകയാണല്ലോ നിങ്ങളുടെ പ്രശ്നം. ചെറുക്ക പറഞ്ഞു വിടറാ. അത് പിന്നെ ഞാൻ ആ പൂപ്പൽ സ്പ്രേ ഉണ്ടാക്കാൻ വേണ്ടിയേ അടുക്കളയിൽ നിന്ന് ഗ്ലാസ് എടുത്തായിരുന്നു. അപ്പൊ അതിൽ ഉപ്പ് കലക്കി ഇട്ട് വെച്ചത് അറിയാൻ വേണ്ടി ഞാൻ ഒരു ഗ്ലാസ്സിൽ എസ് എന്നും പിന്നെ എ എന്നും ഒക്കെ എഴുതി വെച്ചു. A for ആൽക്കലി, S for സോൾട്ട്. ഇപ്പൊ മനസ്സിലായില്ല? കണ്ടോ അമ്മ, ഇത് നാത്തൂനെ രക്ഷിക്കാൻ വേണ്ടി അച്ഛന്റെ മോനെ നാടകമാണിത്. എന്നെ ഓടിക്കരുത്, ഓടരുതെന്നാ പറഞ്ഞത്. നാടകം കളിക്കാനേ എന്റെ മകൻ നാടകമൊന്നും പഠിച്ചിട്ടില്ല. അതെ, നല്ല കള്ളത്തരം അറിയാല. നാടകം തന്നെ പഠിക്കുന്നത് നല്ല അഭിനയുണ്ട് അവന്. കള്ളത്തരം നിന്റെ മകക്കടി. എന്റെ മോള് കള്ളത്തരം എന്താന്ന് അറിയാ പോലുമില്ല. നീ കാണിക്കുന്നത് മുഴുവനും കള്ളത്തരല്ലേ? അതാ കള്ളത്തരം എന്ന് പഠിപ്പിച്ചാൽ മതി. അതിൽ നല്ലത് നിന്നെ കാണിച്ചു കൊടുക്കുന്ന അടി. നിങ്ങളെ മകൻ കള്ളൻ, നിങ്ങൾ കള്ളി, നിങ്ങളുടെ മകളും കള്ളിയാ. എടി ചേട്ടേ, നീ ഇങ്ങോട്ട് വന്നേ. ഇവളോട് പറഞ്ഞ് ജയിക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. ഇവിടെ കട കഴുത്തിന് ചുറ്റും നാക്കാം. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട്. എന്റെ മോൾക്ക് PC കിട്ടട്ടെ, അപ്പൊ ഞാൻ കാണിച്ചരാം ഞാൻ ആരാണെന്ന്. നീ പോടി കള്ളി. ഞാൻ പോവൂല. നിങ്ങൾ എന്ത് ചെയ്യും? നീ പോയില്ലെങ്കിൽ ഞാൻ പോവും. എന്താ പോ. കൂടെ വേഗം പോ. എവിടെ കച്ച പോക്കോ. ഞാൻ മരം